24 റിപ്പോർട്ടർ വിനീത വിജിക്കെതിരായ കേസിൽ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി വിനീതയെ പ്രതിയാക്കിയ സാഹചര്യം എന്തെന്ന് വ്യക്തമാക്കണം എന്ന് കോടതി പറഞ്ഞു. കേസിൽ തെളിവുകൾ ഹാജരാക്കാത്ത പ്രോസിക്യൂഷൻ സിംഗിൾ ബെഞ്ച് സർക്കാരിനോട് വിശദീകരണം തേടി. കേസ് ഈ മാസം 22-ന് വീണ്ടും പരിഗണിക്കും. പോലീസിനെ സർക്കാർ ദുരുപയോഗം ചെയ്തതിന്റെ ഉദാഹരണമാണ് 24 റിപ്പോർട്ടർക്കെതിരെയുള്ള കേസെന്ന് ജസ്റ്റിസ് കെമാൽ പാഷ പ്രതികരിച്ചു. വിമർശിക്കുന്നവരെ ഭയപ്പെടുത്തി അടിച്ചമർത്തേണ്ടെന്നും ഹൈക്കോടതി മുൻ ജഡ്ജി മുന്നറിയിപ്പ് നൽകി. ഭയപ്പെടുത്തുക. ഇത് ഭയപ്പെടുത്താൻ വേണ്ടിയാണ്. ആളുകളെ മടുപ്പിക്കും. പിന്നെ ഞങ്ങൾ എന്തിനാ ഇത് ഈ ശല്യത്തിന് വരുന്നത് എന്നുള്ള ഒരു തോന്നലും ആളുകളിൽ ഉണ്ടാകും. അതിനുവേണ്ടി തന്നെ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമാണ്. ഈ പോലീസിനെ ഉള്ള ആ ദുരുപയോഗം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഈ നമുക്ക് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കേരളത്തിലെ പോലീസ് നല്ല ഖ്യാതി ഉണ്ടായിരുന്ന പോലീസ് ആണ്. അവര് പലരും, അതായത് നല്ല ഭൂരിപക്ഷം ആളുകളും ഇവരുടെ കയ്യിലെ രാഷ്ട്രീയക്കാരുടെ കയ്യിലെ കളിപ്പാകളും പിണിയാളുകളുമായിട്ട് അവരെ മാറുകയാണ് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. വിനീത വിജിക്കെതിരായ കേസിൽ സർക്കാർ തെറ്റ് തിരിച്ചറിഞ്ഞ് തിരുത്തണമെന്ന് KUWJ ആവശ്യപ്പെട്ടു. മാധ്യമപ്രവർത്തകരെ പേടിപ്പിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കേണ്ടെന്ന് KUWJ സംസ്ഥാന ജനറൽ സെക്രട്ടറി R കിരൺ ബാബു പറഞ്ഞു. ഇപ്പോൾ കോടതി തന്നെ പത്രപ്രവർത്തക യൂണിയനും പൊതുസമൂഹവും ഉന്നയിച്ച ആവശ്യം ശരിയായതാണ്. ഇങ്ങനെ ഒരു കേസെടുക്കുന്നത് തെറ്റായ നീക്കമാണ്, അല്ലെങ്കിൽ അത് നിയമവ്യവസ്ഥയെ വളച്ചൊടിക്കലാണ് എന്നുള്ളത് കോടതി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇനിയെങ്കിലും സർക്കാർ ആ തെറ്റ് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് തിരുത്തുകയാണ് വേണ്ടത്. ജനാധിപത്യത്തെ അംഗീകരിക്കുന്ന ഒരു ഭരണകൂടത്തിന് യോജ്യമായ രീതിയല്ല അത്. ഏതോ ആരെയോ ഭയപ്പെടുന്നു അല്ലെങ്കിൽ അത്തരം വാർത്തകൾ വരുന്നതിനെ മാധ്യമപ്രവർത്തകരെ പിന്തിരിപ്പിക്കുക എന്നതിന്റെ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് ഇതെന്ന് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. സംസ്ഥാനത്ത് മാധ്യമ സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യപ്പെടുന്നുവെന്ന് പൊതുപ്രവർത്തകൻ CR നീലകണ്ഠൻ പറഞ്ഞു. UP-യിലായാലും കേരളത്തിലായാലും അധികാരിയെ ചോദ്യം ചെയ്താൽ ഒരുപോലെയെന്ന് CR നീലകണ്ഠൻ കുറ്റപ്പെടുത്തി. ഞങ്ങളിതാ ഇവർക്കെതിരായി ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരായുള്ള ബദൽ നയങ്ങളാണ് നമ്മൾ കൊണ്ടുനടക്കുന്നത്. പക്ഷെ കേരളത്തിൽ ഈ ബദൽ നയങ്ങളൊന്നുമില്ല. അധികാരിയെ ചോദ്യം ചെയ്താൽ അത് കേരളമായാലും ഉത്തർപ്രദേശ് ആയാലും ഒരേ അവസ്ഥയാണ് എന്നാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുക്കുക എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുക. റിപ്പോർട്ട് ചെയ്താണ്. ഇതിപ്പോ ഷൂട്ടിംഗ് ദ മെസ്സഞ്ചർ നമ്മൾ പറയാറുണ്ട്. കാര്യം പറയുന്നവനെ അടിക്കുക. അപ്പൊ ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യം എന്നത് വളരെ വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് തന്നെയാണ് നമ്മളിത് കാണേണ്ടത്. അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അശ്വിൻ, 20 ദിവസം കഴിഞ്ഞിട്ടും ഒരു തെളിവ് പോലും, ഏറ്റവും ഗൗരവതരമായ വകുപ്പുകളൊക്കെ ചുമത്തി, പക്ഷേ ഇതിന് ആസ്പദമായ ഒരു തെളിവ് പോലും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രോസിക്യൂഷന് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കൂടുതൽ സമയം ചോദിച്ചിരിക്കുകയാണല്ലോ പ്രോസിക്യൂഷൻ. തീർച്ചയായും അനുജ, ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ സിംഗിൾ ബെഞ്ചാണ് ഇന്ന് ഈ കേസ് പരിഗണനയ്ക്കെടുത്തത്. ആദ്യം തന്നെ ഏത് സാഹചര്യത്തിലാണ് വിനീതയെ ഈ കേസിൽ പ്രതി ചേർത്തത് എന്നുള്ളതായിരുന്നു കോടതിയുടെ ചോദ്യം. അതിലൊരു വിശദീകരണം നൽകാൻ സർക്കാർ അഭിഭാഷകന് സാധിച്ചില്ല, പ്രോസിക്യൂഷന് സാധിച്ചില്ല. എന്തായാലും വിശദീകരണത്തിന് വേണ്ടി കൂടുതൽ സമയം ആവശ്യപ്പെടുകയാണ് ആദ്യം തന്നെ പ്രോസിക്യൂഷൻ ചെയ്തത്. അതുപ്രകാരം വരുന്ന 22-ാം തീയതിയിലേക്ക് കേസ് മാറ്റിവെച്ചിട്ടുണ്ട്. അന്ന് ഏത് സാഹചര്യത്തിലാണ് കേസെടുത്തത്, എന്താണ് ഇതിലെ തെളിവുകൾ എന്നടക്കമുള്ള കാര്യങ്ങൾ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഇതിനു മാത്രമുള്ള തെളിവ് പ്രോസിക്യൂഷന്റെ കയ്യിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് 22-ാം തീയതി എങ്ങനെ ഹാജരാക്കുമെന്നുള്ളതും മറ്റൊരു ചോദ്യമാണ്. എന്തായാലും ഈ 20 ദിവസം, കഴിഞ്ഞ മാസത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 20 ദിവസം പിന്നിട്ടിട്ടും വ്യക്തമായ തെളിവുകളോ അതുമായി ബന്ധപ്പെട്ട രേഖകളോ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ ആയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ നിന്നും പ്രോസിക്യൂഷൻ ഒഴിഞ്ഞു മാറുകയാണ്. ആദ്യഘട്ടത്തിൽ കേസെടുത്തപ്പോൾ വിശദമായ തെളിവുകൾ, ശക്തമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്നുള്ളതായിരുന്നു പോലീസിന്റെയും ഒപ്പം സർക്കാർ വൃത്തങ്ങളുടെയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട വാദം. എന്നാൽ അതെല്ലാം പൊളിയുന്നതാണ് ഇന്ന് കോടതിയിൽ കണ്ടത്. ഇനി എന്തായാലും നിർണായകമായ ദിവസമാണ് 22-ാം തീയതി. അന്ന് എന്ത് തെളിവാണ് പോലീസിന് ഹാജരാക്കാനുള്ളത്, പ്രോസിക്യൂഷൻ ഹാജരാക്കാനുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്തായാലും 22-ാം തീയതി ഇതേ ബെഞ്ച് തന്നെ വീണ്ടും ഈ കേസ് പരിഗണിക്കും. അതാണ് ഏത് സാഹചര്യത്തിലാണ് മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നതെന്ന് ചോദ്യം ഇന്ന് കോടതിയിൽ നിന്നുണ്ടാകുന്നു. 20 ദിവസമായിട്ടും ഒരു തെളിവ് പോലും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി 22-ാം തീയതി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ എന്താകും പ്രോസിക്യൂഷൻ ചെയ്യാൻ പോകുന്നത് എന്നതാണ് ഏറെ നിർണായകം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.